കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് അടിയന്തര പ്രമേയത്തിന് ഇന്നും നോട്ടീസ് നൽകി. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അപമാനിക്കുന്ന പരാമർശത്തിൽ ആണ് രാജി ആവശ്യം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് എതിരെ ബി.ജെ.പി. എംപിമാർ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചു. പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം പാടില്ലെന്ന കർശന നിർദ്ദേശവുമായി സ്പീക്കർ രംഗത്തെത്തിയിട്ടുണ്ട്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കായികമായ ഏറ്റുമുട്ടൽ ഉണ്ടായ സാഹചര്യത്തിലാണ് സ്പീക്കറുടെ വിലക്ക്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആർ കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, ഭരണഘടനയുടെ 75ാം വാർഷികത്തിൽ ഭരണഘടനാ ശില്പിയുടെ പേരിൽ ഭരണ പ്രതിപക്ഷങ്ങളുടെ പോര്, അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ച ഇന്ന് എങ്ങനെയാണ്? അഭിലാഷേ, അതിനൊക്കെ അപ്പുറം ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യക്കുമാകെ നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് പാർലമെന്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പാർലമെന്റിലുണ്ടായ സംഭവങ്ങൾ ആകെ കൂടി ആ തരത്തിലേക്കായിരുന്നു. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ പലപ്പോഴും സംഘർഷം ഉണ്ടാവുകയും വാക്കേറ്റം ഉണ്ടാവുകയും അത്യപൂർവ സമയങ്ങളിൽ കയ്യേറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തങ്ങളെ മർദ്ദിച്ചു എന്ന് 2 എംപിമാർ പരാതി ഉന്നയിക്കുന്നു. 2 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒരാളുടെ തലപൊട്ടി പുറത്തു വരുന്ന കൃഷ്ണപ്രസാദ് സാരംഗിയുടെ തലപൊട്ടി പുറത്തു വരുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ നാഗാലാൻഡിൽ നിന്നുള്ള വനിതാ രാജ്യസഭാംഗം തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ, തന്റെ ആത്മാഭിമാനത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്റെ ശരീരത്തോട് വളരെ അടുത്തു നിന്നുകൊണ്ട് ആക്രോശിച്ചു എന്ന മട്ടിൽ അവൾ പരാതി നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ട്രൈബൽ വനിതയെ രാഹുൽ ഗാന്ധി അപമാനിച്ചു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് BJP പ്രധാനമായും പ്രതിഷേധിക്കുന്നത്. പാർലമെന്റിന് മുന്നിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാണ് BJP എംപിമാർ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മറിച്ച് ഭരണപക്ഷം ഉന്നയിക്കുന്നത്. മറിച്ച് പ്രതിപക്ഷം ഇന്ന് അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് മണിക്കൻ ഠാക്കൂർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയുകയും മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാന ദിവസമായി ഇന്ന് പാർലമെന്റ് പൂർണ്ണമായും പ്രക്ഷുബ്ധമാവും എന്നതിന് യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. പാർലമെന്റ് 11 മണിക്കാണ് ആരംഭിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ പാർലമെന്റിന് മുന്നിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഭരണപക്ഷവും പുറത്ത് വിജയ് ചൌക്കിൽ പ്രതിപക്ഷവും തങ്ങൾ എംപിമാർ സംഘടിച്ചുകൊണ്ട് പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് പ്രതിഷേധമെങ്കിൽ മറുഭാഗത്ത് അമിത്ഷായ്ക്കെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത്. ഭരണപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്ന 2 എംപിമാരെ രാഹുൽ ഗാന്ധി കായികമായി നേരിട്ടു. രാഹുൽ ഗാന്ധി ഗുണ്ടായിസം കാണിക്കുകയാണ് എന്നുള്ള ആരോപണം എംപിമാർ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നാഗാലാൻഡിൽ നിന്നുള്ള വനിതാ എംപിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ തന്റെ സ്ത്രീത്വത്തെയും ആത്മാഭിമാനത്തെയും അപമാനിക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി പെരുമാറി എന്നുള്ള പരാതി ഉന്നയിച്ചത്. ഇന്ത്യയുടെ ഒരു ട്രൈബൽ വുമണിനെ, ഒരു ആദിവാസികളുടെ മകളെ അപമാനിച്ചു. ആ തരത്തിലേക്കുള്ള ആരോപണമാണ് പ്രധാനമായും രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കുന്നത്. ഒരു ഭാഗത്ത് ബി.ആർ. അംബേദ്കറെ അപമാനിച്ചു ഭരണപക്ഷം അമിത്ഷായും BJPയും എന്ന് ആരോപിക്കുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ നേതാവ് ഒരു ST വിഭാഗത്തിൽപ്പെടുന്ന ഒരു വനിതാ എംപി അപമാനിച്ചു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ ഏത് തരത്തിലായാലും ഇന്ത്യൻ പാർലമെന്റിനെ സംബന്ധിച്ച് നാണക്കേടുണ്ടാക്കുന്ന, പുറത്തു കേട്ടാൽ ഇന്ത്യക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് പാർലമെന്റിൽ നടക്കുന്നത്. ഇന്നും അതിന്റെ തുടർച്ച ഉണ്ടാവാൻ തന്നെയാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. അതാണ് പാർലമെന്റിൽ കനത്ത പ്രതിഷേധം ഇന്നും ഉയരുക തന്നെ ചെയ്യും. അതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. രാവിലെ മുതൽ പാർലമെന്റ് പരിസരത്ത് വിജയ് ചൌക്കിൽ അടക്കം പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം നടക്കുന്നു. ഭരണപക്ഷവും രംഗത്ത് വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതായത് ഇന്നത്തെ ഈ ശൈത്യകാല സമ്മേളനത്തിന് തിരശ്ശീല വീഴുന്ന ദിനം കൂടിയാണിന്ന്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കിരൺ, കാര്യമായ സഭാ നടപടികളിലേക്ക് കടക്കാൻ ഇന്ന് സാധിക്കില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, ശൈത്യകാല സമ്മേളനം തുടങ്ങിയ ഘട്ടം മുതൽ ഇതുതന്നെയായിരുന്നു അവസ്ഥ. ആദ്യം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് അദാനിക്കെതിരായ
കേസ് വരുന്നത്. ഈ വിഷയത്തിൽ അദാനി വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും ഇന്ത്യ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട പാർട്ടികളുമെല്ലാം പ്രതിഷേധമുയർത്തി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ ബ്ലോക്കിനകത്ത് വലിയ വിള്ളലുകൾ വീണു. ഇന്ത്യ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട രണ്ടു പാർട്ടികളായ തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജി നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി, ഈ രണ്ടു പാർട്ടികളും എതിർപ്പ് അറിയിക്കുകയും ഒരു ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവായ മമതാ ബാനർജി ഇന്ത്യ ബ്ലോക്കിനെ നയിക്കാൻ താൻ സന്നദ്ധയാണ് എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ഇന്ത്യ ബ്ലോക്ക് തന്നെ ഒരു തകർച്ചയുടെ വക്കിലെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സമയത്ത് മമതാ ബാനർജിക്ക് പിന്തുണയുമായി ശരത് പവാറിനെ പോലെ ഇന്ത്യ ബ്ലോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അംബേദ്കർ വിവാദമുണ്ടായതോടുകൂടി തൃണമൂൽ കോൺഗ്രസും എസ് പിയും വീണ്ടും ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധത്തിൽ പങ്കുചേരുകയാണ്. ഇന്നലെ രാവിലെ വരെയും തൃണമൂൽ കോൺഗ്രസ് ഈ പ്രതിഷേധത്തിൽ പങ്കുചേരാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്നലെ കോൺഗ്രസ് നൽകിയ പരാതിയിൽ തൃണമൂൽ കോൺഗ്രസ് എം പി സുഗതാ റോയ് ഒപ്പിട്ടിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസും ഇന്ന് ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നുണ്ട്. അമിത്ഷായെ ലക്ഷ്യമിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇന്ത്യ ബ്ലോക്ക് പ്രധാനമായും നടത്തുന്നത്. ഇതിനിടയിലാണ് ഇന്നലെ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായത്. പാർലമെന്റ് കവാടത്തിൽ വെച്ച്, പ്രധാന കവാടമായ മഗർദ്വാറിൽ വെച്ച് BJP എംപിമാർ ഒരു ഭാഗത്ത് കൂട്ടം കൂടി നിൽക്കുന്നു. ഇന്ത്യ ബ്ലോക്കിലെ എംപിമാർ മറുഭാഗത്തു നിന്ന് വരുന്നു. ഇന്ത്യ ബ്ലോക്കിലെ എംപിമാരെ തടഞ്ഞുകൊണ്ട് BJP എംപിമാർ നിൽക്കുമ്പോൾ അവിടെ സംഘർഷം ഉണ്ടാവുകയും ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനിടയിൽ രണ്ട് BJP എംപിമാർ മറിഞ്ഞു വീണുവെന്നും ഒരു BJP എംപിയുടെ തലപൊട്ടിയെന്നും, തലപൊട്ടിയ BJP എംപി പുറത്തേക്ക് വന്നു. അദ്ദേഹം രാഹുൽ ഗാന്ധി മറ്റൊരു എംപിയെ പിടിച്ചു തള്ളി. ആ എംപി തന്റെ ദേഹത്ത് വന്നു വീണാണ് തന്റെ തലപൊട്ടിയെന്ന് പറഞ്ഞു. ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിൽ നിന്നുള്ള BJP എംപി തന്നെ രാഹുൽ ഗാന്ധി മർദ്ദിച്ചു എന്ന പരാതി ഉന്നയിക്കുന്നു. ഇതിലൊക്കെ ഗൗരവമായ മറ്റൊരു വിഷയം, ഈ സംഘർഷത്തിനിടയിൽ തന്റെ ശരീരത്തോട് വളരെ അടുത്ത് വന്നു നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ആക്രോശിച്ചുവെന്നും തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും തന്റെ ആത്മാഭിമാനത്തെ അവമാനിക്കുന്ന രീതിയിലും സംസാരിച്ചു എന്ന പരാതി രാജ്യസഭയിൽ ഉന്നയിച്ചത് രാജ്യസഭാംഗം കൂടിയായ നാഗാലാൻഡിൽ നിന്നുള്ള ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വനിതാ എംപിയാണ്. അത് ഈ വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. മറ്റ് രണ്ട് എംപിമാരുടെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ഇരുവരെയും തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് BJPയിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാവായ അനുരാഗ് താക്കൂറിന്റെ നേതൃത്വത്തിൽ തന്നെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി രാഹുൽ ഗാന്ധിക്കെതിരെ FIR എടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് പരാതി നൽകുന്നു. വധശ്രമത്തിന് കേസെടുക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ വധശ്രമം എന്നുള്ള ആവശ്യം ഒഴികെ മറ്റ് ആവശ്യങ്ങളെല്ലാം, മറ്റ് പ്രധാനപ്പെട്ട പരാതിയിലെ കുറ്റാരോപണങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് FIR എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പാർലമെന്റ് പ്രതിപക്ഷ നേതാവ് പാർലമെന്റിനുള്ളിൽ വെച്ച് മറ്റ് ഭരണപക്ഷത്തെ രണ്ട് എംപിമാരെ മർദ്ദിച്ചു എന്ന കേസിൽ പോലീസിലേക്ക് പരാതി നൽകുന്നതും പോലീസ് ആ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ തന്നെ കായികമായ ആക്രമണം നടത്തിയെന്ന് കേസെടുക്കുകയും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് കായികമായ ആക്രമണം നടത്തി, ഗുണ്ടായിസ് നടത്തി എന്ന് കാണിച്ചുകൊണ്ട് BJP എംപിമാരാകെ പാർലമെന്റിന് പുറത്ത് വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. ഇവിടെയെല്ലാം ഒരു പക്ഷം പറയുന്നു രാഹുൽ ഗാന്ധി ആക്രമിച്ചുവെന്ന്. കോൺഗ്രസ് പൂർണ്ണമായും ഇതിനെല്ലാം നിഷേധിക്കുകയും അംബേദ്കർ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയുള്ള ഭരണപക്ഷത്തിന്റെയും BJPയുടെയും ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്ന് അവർ പറയുകയും ചെയ്യുന്നു. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. CCTV അടക്കം പാർലമെന്റിന്റെ മുക്കിലും മൂലയിലും ക്യാമറകൾ ഉള്ളതാണ്. ശബ്ദമടക്കം റെക്കോർഡ് ചെയ്യുന്ന ക്യാമറകൾ പാർലമെന്റിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല.